ക്രമാതീതമായ ജനസംഖ്യാ വർധനവും കുറഞ്ഞുവരുന്ന കൃഷിഭൂമിയും കാർഷിക മേഖലയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്നു. എന്നാൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കൃഷിരീതികൾ മികവുറ്റതാക്കാനും കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുവാനും നമുക്ക് സാധിക്കും. മറ്റേതു മേഖലയിലും എന്നതുപോലെ കാർഷിക മേഖലയിലും വിവരസാങ്കേതിക വിദ്യയുടെ ഉപയോഗം വർദ്ധിച്ചു വരികയാണ്. അടിസ്ഥാനപരമായി വിവരസാങ്കേതിക വിദ്യയുടെ പ്രവർത്തനങ്ങളെ പല മേഖലകളായി തരംതിരിക്കാവുന്നതാണ്. ഉൽപാദനശേഷി വർദ്ധിപ്പിക്കൽ, സാങ്കേതിക വിദ്യയുടെ ത്വരിത വികസനം, ത്വരിത വ്യാപനം, കൃത്യമായ പ്രവചനങ്ങൾ എന്നിവയാണ് തരംതിരിവുകൾ. വിവരസാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ജൈവ സാങ്കേതിക വിദ്യയും ജനിതക ശാസ്ത്രവും ചേർന്നുള്ള അതിനൂതന ശാസ്ത്ര സാങ്കേതിക ശാഖ ബയോ ഇൻഫർമാറ്റിക്സ് പല വിലമതിക്കാനാകാത്ത നേട്ടങ്ങളാണ് കാർഷിക മേഖലയ്ക്ക് സമ്മാനിച്ചിട്ടുള്ളത്. കേരള സർക്കാരിന്റെ ഡിജിറ്റൽ പ്രൊക്യൂർമെന്റ് നയം പൊതുസംഭരണം കൂടുതൽ ശക്തിപ്പെടുത്താൻ വഴിയൊരുക്കുന്നു. കർഷകർക്ക് അവരവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് ഇ-സെയിൽ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാം. ഇതുവഴി കർഷകർക്കും ചെറുകിട സംരംഭകർക്കും കാർഷികോൽപ്പന്നങ്ങൾ വാങ്ങുകയും ചെയ്യാം. സാങ്കേതിക വിദ്യയിൽ ഊന്നിയ സംരംഭകത്വ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നിലവിലുണ്ട്. ഇതുവഴി വിപണന പ്രവർത്തനങ്ങളുടെ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും കർഷകർക്കുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനും പരമ്പരാഗത വ്യവസായം പ്രോത്സാഹിപ്പിക്കുന്നതിനും സാധിക്കുന്നു. വിവരസാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തോടെ ആഗോള ഗവേഷണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുവാനും നിക്ഷേപ സഹകരണം നടത്തുവാനും കർഷകർക്കും നവസംരംഭകർക്കും സാധിക്കുന്നു. കൃത്യമായ പ്രവചനങ്ങൾ പലപ്പോഴും കാർഷിക രംഗത്തെ സഹായിക്കാൻ ഉതകുന്നവയാണ്. ഉൽപാദനം, രോഗകീട നിയന്ത്രണം, വിപണിയിലെ മാറ്റങ്ങൾ എന്നിവ കൃത്യമായി മുൻകൂട്ടി അറിയുന്നതിനായി ഏർപ്പെടുത്തിയിട്ടുള്ള കമ്പ്യൂട്ടർ സ്റ്റിമുലേഷൻ റിമോട്ട് സെൻസിംഗ് സംവിധാനത്തെ കർഷകർ ആശ്രയിക്കുന്നുണ്ട്. ഗവേഷണം, വിജ്ഞാന വ്യാപനം, പരിശീലനം എന്നീ മേഖലകളിലും വിവരസാങ്കേതിക വിദ്യ ഗണ്യമായ സ്വാധീനം ചെലുത്തുന്നുണ്ട്. വിത്ത് പാകുന്നത് മുതൽ വിപണനം വരെയുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് മുന്നേറുന്നത് വിവരസാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ്. അതുകൊണ്ട് തന്നെ കാർഷിക രംഗം ഇപ്പോൾ കൂടുതൽ ചലനാത്മകവുമാണ്. കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകാൻ വിവരസാങ്കേതിക വിദ്യ നിലകൊള്ളുന്നു എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. നമസ്കാരം. കൃഷിദർശൻ തത്സമയ ഫോണിംഗ് പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. കാലാവസ്ഥാ വ്യതിയാനവും ജനസംഖ്യയിലുള്ള പെരുപ്പവും കാർഷിക മേഖലയിൽ വളരെയധികം സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാർഷികോൽപാദനം പലപ്പോഴും കാര്യക്ഷമമാകാതെ പോകുന്നു. ഇതിൽ നിന്നെല്ലാം കർഷകർക്കൊരു സഹായമായി പല സാങ്കേതിക വിദ്യകളും നിലവിലുണ്ട്. വിവരസാങ്കേതിക വിദ്യ ഇതിൽ വളരെ പ്രധാനമാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം വിവരസാങ്കേതിക വിദ്യയും കൃഷിരംഗവും. ഇതിനായി ഇവിടെ വന്നിരിക്കുന്ന അതിഥി കഴിഞ്ഞ 20 വർഷമായി കേന്ദ്ര കിഴങ്ങുവർഗ ഗവേഷണ സ്ഥാപനത്തിലെ എക്സ്റ്റൻഷൻ ആൻഡ് സോഷ്യൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർ BS സന്തോഷ് മിത്ര സാറാണ്. സാറിനെ ഞാൻ കൃഷിദർശൻ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാർ, വിവരസാങ്കേതിക വിദ്യ ഇന്ന് വളരെയധികം പുരോഗമിച്ചു കഴിഞ്ഞു. അതിൽ നിന്ന് കിട്ടുന്ന പല രീതിയിലുള്ള ഉപയോഗങ്ങൾ വെച്ച് പല കമ്പനികളും, ഉദാഹരണത്തിന് വ്യാവസായികം അല്ലെങ്കിൽ ബിസിനസ് അല്ലെങ്കിൽ മറ്റ് കമ്പനികൾ ഒരുപാട് പുരോഗതിയിലെത്തിയിരിക്കുന്നു. ഇത് ഈ വിവരസാങ്കേതിക വിദ്യ കൊണ്ട് കാർഷിക മേഖലയിൽ എന്തെല്ലാം രീതിയിൽ സഹായകരമാകും? ഈ ചോദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ വിവരസാങ്കേതിക വിദ്യയുടെ ഉപയോഗം കൊണ്ട് വ്യവസായ മേഖല, ബിസിനസ് മേഖല, മറ്റ് സേവന രംഗങ്ങൾ, മറ്റൊരുപാട് ശാസ്ത്ര മേഖലകൾ, ഉദാഹരണമായി
സ്പേസ് സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി പോലെയുള്ള വിഭാഗം, അടിസ്ഥാന ശാസ്ത്ര വികസനം, എല്ലാ മേഖലകളിലും വൻ നേട്ടങ്ങൾ കൊയ്തിട്ടുണ്ട്. അപ്പോൾ ICT അടിസ്ഥാനപരമായി ഇവയെ എങ്ങനെ സഹായിച്ചു എന്ന് ആലോചിച്ചാൽ മനസ്സിലാകുന്നത്, ഈ ഓരോ ശാസ്ത്രമേഖലയും, ഉദാഹരണത്തിന് ശാസ്ത്രമേഖല അല്ലെങ്കിൽ മറ്റ് ബിസിനസ് മേഖല, വ്യവസായ മേഖല, ഒരു സിസ്റ്റം എന്ന രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്താൽ ആ ഒരു സിസ്റ്റം വർഷങ്ങളായി പ്രവർത്തിക്കുന്നത് വഴി ഒരുപാട് ഇൻഫർമേഷൻസ് അഥവാ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡേറ്റ പ്രോസസ്സ് ചെയ്യുന്നതാണ് ഇൻഫർമേഷൻ ഡേറ്റ ഒരുപാട് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഡേറ്റയുടെ വിശകലനം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ വ്യവസായ മേഖലയുടെ ഒരു ഉദാഹരണം എടുക്കാം. ഇപ്പം തമിഴ്നാട്ടിൽ ഒരാൾ ഒരു തുണി വ്യവസായം ആരംഭിച്ചു, വേറൊരാൾ ആന്ധ്രയിൽ തുണി വ്യവസായം ആരംഭിച്ചു, വേറൊരാൾ കർണാടകത്തിൽ ആരംഭിച്ചു. അതിനുശേഷം ഒരു 5 വർഷം കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ തമിഴ്നാട്ടിൽ തുണി വ്യവസായം ആരംഭിച്ച ആളിന് ചിലപ്പോൾ ഒരു ഭയങ്കരമായ ലാഭം, ഒരു 5 ഇരട്ടി ലാഭം ഉണ്ടായെന്നിരിക്കട്ടെ. ആന്ധ്രയിലാണെങ്കിൽ അയാൾക്ക് ഒരു ലാഭമുണ്ടായി, പക്ഷേ ജസ്റ്റ് ഒന്ന് പിടിച്ചു നിൽക്കാം എന്നുള്ള രീതിയിലുള്ള ലാഭം. കർണാടകത്തിൽ തുടങ്ങിയ ആൾ പൂർണ്ണമായും പരാജയപ്പെട്ടു വന്നിരിക്കട്ടെ. അതിനുശേഷം എന്താ ചെയ്യുന്നത്, ബിസിനസ് അനാലിസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ആ 3 ബിസിനസ്സിൻ്റെയും ഡേറ്റ എടുക്കുക, അനലൈസ് ചെയ്യുക. അപ്പോൾ ഓരോ സംരംഭകർ എന്താ ചെയ്തത്, അവരെങ്ങനെയാണ് ആ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോയത്, അതുവഴി എന്ത് ഫലമുണ്ടായി എന്നുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡേറ്റ നമ്മുടെ കയ്യിൽ കിട്ടും. ആ ഡേറ്റ കിട്ടിയിട്ട് നമ്മളതിനെ വിശകലനം ചെയ്യുമ്പോൾ ഓരോ ആക്ഷൻ്റെ പ്രത്യാഘാതമായിരിക്കും അതിൻ്റെ ഒരു ഫലമുണ്ടായത്. അപ്പോൾ ആ ഒരു റിലേഷൻസ് തമ്മിലുള്ള ബന്ധങ്ങൾ നമുക്ക് കിട്ടുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഫൈനലി ഉരുത്തിരിയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ തമിഴ്നാട്ടിലെ അയാളുടെ ആ ബിസിനസ് മോഡൽ, ലാഭമുണ്ടാക്കാൻ പറ്റിയ ബിസിനസ് മോഡൽ, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ കർണാടകത്തിൽ ചെയ്തിരിക്കുന്ന ആ ഒരു ബിസിനസ് മോഡൽ അത് ചെയ്യരുത്. ഈ ഒരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത്, ഒരു റിയൽ സിറ്റുവേഷൻ അല്ല. അപ്പോൾ കർണാടകത്തിൽ ചെയ്ത അത് ചെയ്യരുത്, മറ്റേ ആന്ധ്രയിൽ ചെയ്ത് ഒരു പരിധിവരെ ചെയ്യാം. അത് എന്തുകൊണ്ടിത് സംഭവിച്ചു എന്ന് കൃത്യമായി അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ 4മതൊരാൾ ബിസിനസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അയാൾ കഴിയുന്നത് ഈ തമിഴ്നാട് മോഡൽ അഡോപ്റ്റ് ചെയ്യാൻ നോക്കും. അപ്പം അത് 4മതും 5മതും 6മതും ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് റിസ്ക് കുറഞ്ഞ് കിട്ടും. പിന്നെ അതിനുശേഷം അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള രീതികൾ അവർ ഡെവലപ്പ് ചെയ്താൽ മതി. അപ്പോൾ അതിനും ഈ പറയുന്ന ഡേറ്റ അനാലിസിസ് തന്നെയാണ് ഒരു മാർഗം. അപ്പോൾ ICTയിൽ പ്രധാനമായുള്ള ഒരു ഘടകം, പണ്ട് മുതലേ ഉള്ള ഒരു ഘടകം എന്ന് പറയുന്നത് ഡേറ്റ അനാലിസിസിനുള്ള ശേഷി. അത് വളരെ വ്യക്തമായ രീതിയിൽ അനലൈസ് ചെയ്യുക, തമ്മിലുള്ള റിലേഷൻസ് വർക്കൗട്ട് ചെയ്യുക, പ്രഡിക്ഷൻസ് നടത്തുക. എന്നിട്ട് ഈ ഇൻഫർമേഷൻസ് ICTയിൽ ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന ഡെവലപ്മെൻറ്റ്സാണ് ഇപ്പം മാധ്യമങ്ങൾ, അതായത് ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ വികസനം. ഇൻ്റർനെറ്റ് ആണെങ്കിലും മൊബൈലാണെങ്കിലും മറ്റ് ഇപ്പം ദൃശ്യമാധ്യമങ്ങളാണെങ്കിലും എല്ലാം വളരെയധികം വികസിച്ചിരിക്കുന്നു. അപ്പോൾ ഇൻഫർമേഷൻസ് വളരെ പെട്ടെന്ന് തന്നെ ക്ലയൻസിൻ്റെ അടുത്ത് എത്തും. അപ്പോൾ ഈ രീതിയിൽ ഡെവലപ്പ് ചെയ്ത ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഡേറ്റ, വിവരങ്ങൾ കൃത്യമായി ക്ലയൻസിൻ്റെ അടുത്ത് എത്തിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു പുരോഗതിയാണ് ഉണ്ടാകുന്നത്. നെഗറ്റീവായ സംഭവങ്ങൾ നമുക്ക് ഒഴിവാക്കി മുമ്പോട്ട് പോകാൻ കഴിയും. നെഗറ്റീവായ സംഭവങ്ങൾ ആരും എടുക്കരുത് എന്നും പറയാം. അപ്പോൾ ഇതേ രീതിയിൽ തന്നെയുള്ളൊരു സിസ്റ്റമാണ് കൃഷി എന്ന് പറയുന്നത്. കൃഷി എന്ന് പറയുന്ന സിസ്റ്റം മനുഷ്യൻ ആദ്യം മുതൽ തുടങ്ങിയ ഒരു സംരംഭം എന്ന് പറയുന്നത് കൃഷിയാണ്. അപ്പോൾ കൃഷിയിൽ നമ്മൾ മറ്റ് വ്യവസായത്തിലോ ബിസിനസ്സിലോ ഉള്ളതിനേക്കാൾ എത്രയോ 10 മടങ്ങ് ഡേറ്റയുണ്ട്. ആ ഡേറ്റ പണ്ട് മുതലേ ആദ്യ മനുഷ്യൻ മുതൽ ഉള്ള ഡേറ്റ ഒന്നും തന്നെ നമ്മളിപ്പോൾ പോലെ ബുക്കിലോ CD-യിലോ ഒന്നും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടല്ല ഇരിക്കുന്നത്. അത് മനുഷ്യൻ്റെ നാടൻ പാട്ടായിട്ടും സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടും പിന്നെ ആധുനിക കാലത്തെ ഡേറ്റ ഈ പറയുന്ന ഡിജിറ്റൽ ഫോമിലും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ പണ്ട് മുതലേ നമുക്ക് ഈ ഇൻഫർമേഷൻ ടെക്നോളജി വരുന്നതിന് മുമ്പ് തന്നെ കർഷകർക്കറിയാം ഏത് സമയത്ത് വിളവിറക്കണം, വിളവ് എങ്ങനെ കിട്ടും, അത് എത്ര നാൾ എങ്ങനെ സ്റ്റോർ ചെയ്യണം, ഏതൊക്കെ വിപണിയിൽ കൊടുക്കണം എന്നുള്ള ഇൻഫർമേഷൻസ് എല്ലാം കർഷകരുടെ കയ്യിലുണ്ട്. പക്ഷേ നമുക്ക് ICT ഡെവലപ്മെൻറ്റ്സ് ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് വന്ന സ്ഥിതിക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ ഇൻഫർമേഷൻസ് വിശകലനം ചെയ്തിട്ട് റിസ്ക് ഒഴിവാക്കുന്ന രീതിയിൽ, ലാഭം മാത്രം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കർഷകരിൽ എത്തിച്ചു കൊടുക്കുക. ഇൻഫർമേഷൻസ് അതാണ് ഒരു പ്രധാന കാര്യം. പക്ഷേ കാർഷിക രംഗത്ത് വേറെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാർഷിക രംഗത്തെ സാധ്യതകൾ ചോദിച്ചതുകൊണ്ട് പറയുകയാണ്. ഒരു ഫോണുണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ചർച്ചയിലേക്ക് തിരിച്ചു വരാം. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്? നമസ്കാരം സാർ, എന്റെ പേര് സബീഷ് എന്നാണ്. ഞാൻ പാലക്കാട് ജില്ലയിൽ നിന്ന് വടവലൂരിൽ നിന്നാണ് വിളിക്കുന്നത്.
സാറിനോട് സംസാരിച്ചോളൂ. പറയൂ കേൾക്കാം. സാർ നമസ്കാരം. സാർ നമസ്കാരം. ഞാൻ ഒരു കർഷകനാണ് സാർ. പാലക്കാട് ജില്ലയിൽ വടവരുതാണ്. എന്താ ഈ മെസ്സേജുകൾ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നില്ല. കാലാവസ്ഥയിൽ വ്യതിയാനങ്ങൾ, അതായത് ചിലപ്പോൾ മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു മെസ്സേജ് നേരത്തെ കിട്ടിയിരുന്നു, ഇപ്പൊ കിട്ടുന്നില്ല സാർ. എവിടെ നിന്നാണ് കിട്ടിക്കൊണ്ടിരുന്നത്? തൃശ്ശൂർ നിന്നാണ് സാർ. തൃശ്ശൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് കിട്ടുന്നത്. അത് ഇടയ്ക്ക് വെച്ച് നിർത്തുപോയി സാർ. അതെന്താ സാർ? അത് നമുക്ക് എല്ലാ കർഷകർക്കും നമുക്ക് ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കൃഷി ഇറക്കാനും അതിന്റെ വിളവ് കൂട്ടാനും സാധിക്കുന്നതായിരിക്കും. അപ്പൊ അതൊന്ന് സംവിധാനം ചെയ്തു തരികയാണെങ്കിൽ വളരെ ഉപകാരം സാർ. കർഷകർക്ക് എല്ലാവരും രക്ഷപ്പെടും. അല്ല, അത് എന്തായാലും വളരെ നല്ലൊരു അഭിപ്രായമാണ്. കാരണം ഈ രീതിയിലുള്ള ഇൻഫർമേഷൻസ് കർഷകർക്ക് കിട്ടുന്നത് കൊണ്ട് വിളവ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്നുള്ളൊരു ഫീഡ്ബാക്ക് തന്നെ വളരെയധികം പ്രോത്സാഹനജനകമാണ്. അത് കാർഷിക സർവകലാശാലയ്ക്ക്, ഞാൻ കാർഷിക സർവകലാശാലയുടെ പ്രതിനിധി അല്ല, കാർഷിക സർവകലാശാലയ്ക്ക് അഗ്രോ അഡ്വൈസറി സർവീസ് ഉള്ളതായിട്ട് എനിക്കറിയാം. പിന്നെ ഇതിന്റെ ചില സമയത്തുണ്ടാകുന്ന ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് കൊണ്ടായിരിക്കും, സാങ്കേതികമായി ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം താങ്കൾക്ക് മെസ്സേജ് കിട്ടാതെ പോകുന്നു. അല്ലാതെ അവരത് നിർത്തിയതായിട്ട് എനിക്ക് അറിവില്ല. അതിപ്പോഴും അത് നിലവിലുണ്ട് എന്നുള്ളതാണ് എന്റെ അറിവ്. അത് സാർ എല്ലാവർക്കും കിട്ടുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. അതെ, കാലാവസ്ഥ വ്യതിയാനങ്ങൾ, അന്തരീക്ഷത്തിന്റെ മാറ്റങ്ങൾ എല്ലാ കർഷകർക്കും അറിഞ്ഞാൽ വളരെ ഉപകാരം സാർ. പാലക്കാട് ജില്ലയിൽ നേരത്തെ മാറ്റങ്ങൾ അറിഞ്ഞപ്പോൾ ഞാൻ അതുപോലെ പ്രവർത്തിച്ചു സാർ. അതുപോലെ മെസ്സേജ് വരാത്തതുകൊണ്ട് ബുദ്ധിമുട്ടായി, ചെറിയ മെസ്സേജ് മാത്രമല്ല, ഇത് കൂടാതെ അഗ്രോ അഡ്വൈസറി സർവീസസ്, ഞാനത് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ആ രീതിയിലുള്ള സംരംഭങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട് പല രീതിയിൽ. വിളിച്ചതിന് ഒരുപാട് നന്ദി. വീണ്ടും വിളിക്കുക സാർ. കാർഷിക മേഖലയിലുള്ള ICTയുടെ ആപ്ലിക്കേഷൻസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കർഷകൻ വിളിച്ച് പറഞ്ഞതുപോലെ കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്ന കർഷകരുടെ ഒരു പൊതു നേച്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റേത് മേഖല, അപ്പോൾ നമ്മൾ ബിസിനസ്സുമായിട്ടാണല്ലോ കമ്പയർ ചെയ്തത്, ബിസിനസ്സിനകത്ത് ഉൾപ്പെടുന്നവർ അല്ലെങ്കിൽ വ്യവസായത്തിൽ ഉൾപ്പെടുന്നവരും നമ്മുടെ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസം, നമ്മുടെ കർഷകർ പൊതുവെ സമൂഹത്തിൽ മറ്റ് ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സാമ്പത്തികമായി പിന്നോക്കമാണ്, വിദ്യാഭ്യാസപരമായ പിന്നോക്കമാണ്, റിസോഴ്സ് പുവർ എന്ന് പറയാം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഇംഗ്ലീഷിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ റിസോഴ്സ് പുവർ എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ ഡെവലപ്മെൻറ്റ്സ്, പുതിയ വികസനങ്ങൾ, പുതിയ ഇന്നൊവേഷൻസ് വരുമ്പോൾ എല്ലാവരും അറിയണമെന്നില്ല. കേരളത്തിലെ ഒരു കർഷകൻ വിളിച്ചു, കേരളത്തിലെ ജനങ്ങളുടെ സ്ഥിതി നിങ്ങൾക്കറിയാം, ഒരു പരിധി കൂടെ മുമ്പോട്ടാണ് വിദ്യാഭ്യാസപരമായിട്ടും എല്ലാം മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാരെക്കാളും വളരെ മുമ്പിലാണ്. എന്നിരുന്നാലും പൊതുവെ കർഷകൻ എന്ന് പറയുന്നത് സമൂഹത്തിലെ മറ്റുള്ളവരെക്കാളും പിറകോട്ട് നിൽക്കുന്നവരായതുകൊണ്ട് ഇന്ന് തന്നെ ഈ ഇന്നൊവേഷൻസ് അല്ലെങ്കിൽ പുതിയ ഡെവലപ്മെൻറ്റ്സ് പെട്ടെന്ന് അങ്ങ് ആ ഫീൽഡിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ, അഡോപ്റ്റ് ചെയ്യാൻ അവർക്ക് പറ്റണമെന്നില്ല. അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ പറയുന്ന മറ്റു സപ്പോർട്ടിങ് ഏജൻസീസ്, അത് ഗവൺമെൻറ്റിലാകാം നോൺ ഗവൺമെൻറ്റിലാകാം, ആ സപ്പോർട്ടോട് കൂടി മാത്രമേ നടപ്പാക്കാൻ പറ്റൂ. പിന്നെ ഒരുപാട് സാധ്യതകളുണ്ട്, അത് ഓരോന്നായിട്ട് നമുക്ക് വളരെ വ്യക്തമായി വിശദീകരിക്കേണ്ടിയിരിക്കുന്നു. സാർ, അതുപോലെ സിമുലേഷൻ മോഡലിംഗ്, പ്രിസിഷൻ ഫാർമിംഗ്, റിമോട്ട് സെൻസിംഗ് എന്നീ മേഖലകൾ കേരളത്തിലെ കൃഷിഭൂമികളിൽ പ്രായോഗികമായി ചെയ്യാൻ കഴിയുന്നതാണ്. സിമുലേഷൻ മോഡലിംഗ്, പ്രിസിഷൻ ഫാമിംഗ്, ഇതിൻ്റെ എല്ലാം പ്രായോഗികമായി കൃഷിക്കാർക്ക് അതിൻ്റെ ഫലം കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരു ആൾ വെതറിൻ്റെ കാര്യം പറഞ്ഞു, ഞാൻ അഗ്രോ അഡ്വൈസറിയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ എല്ലാം പിറകിൽ പ്രവർത്തിക്കുന്നത് ഇതുപോലത്തെ നൂതനമായ സാങ്കേതിക വിദ്യകൾ തന്നെയാണ്. കർഷകരുടെ ഇടയിൽ മെസ്സേജായിട്ട് എത്തുന്നു, അല്ലെങ്കിൽ ബുള്ളറ്റിൻസ് ആയിട്ട് എത്തുന്നു. പക്ഷേ ഇതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്നത് സിമുലേഷൻ മോഡലിംഗ്, ഫോർകാസ്റ്റിംഗ് ഇതുപോലത്തെ സാങ്കേതിക വിദ്യകളാണ്. ഇപ്പോൾ സിമുലേഷൻ മോഡലിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സിമുലേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഇംഗ്ലീഷ് ഡ്യൂപ്ലിക്കേഷൻ അല്ലെങ്കിൽ പുനരാവിഷ്കരിക്കൽ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഏതൊരു സിസ്റ്റത്തിനെയും പുനരാവിഷ്കരിക്കാം. അത് ഈ സ്പേസ് സയൻസ്, ന്യൂക്ലിയർ സയൻസ്, ഈ മേഖലയിലെല്ലാം സിമുലേഷൻ വളരെ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം ISR തന്നെ റോക്കറ്റ്സ് വിടുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു സിമുലേഷൻ നോക്കുന്നു, റോക്കറ്റ് വിടുന്നത് സിമുലേറ്റ് ചെയ്ത് നോക്കുന്നു, അപ്പോൾ ശരിയാണെന്ന് നോക്കിയിട്ടാണ് അവർ അത് ചെയ്യുന്നത്. ഇപ്പോൾ ന്യൂക്ലിയർ സിമുലേഷൻ, നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഇന്ത്യ ന്യൂക്ലിയർ ബ്ലാസ്റ്റ് നടത്തി, ന്യൂക്ലിയർ സിമുലേഷൻ കേപ്പബിലിറ്റി അക്വയർ ചെയ്യാനും ഇമ്പ്രൂവ് ചെയ്യാനും വേണ്ടിയാണ്. അതുപോലെ തന്നെയാണ് ഈ കാർഷിക മേഖലയിലുമുണ്ട് സിമുലേഷൻ എന്ന് പറഞ്ഞാൽ, ഒരു ചെടി എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം, പാടത്ത് നിൽക്കുന്ന ചെടി അല്ലെങ്കിൽ വിള എന്ന് പറഞ്ഞാൽ അതൊരു സിസ്റ്റമാണ്. ആ ചെടിയുടെ ഘടകങ്ങൾ കുറേയുണ്ട്, ഇല, പൂവ്, തണ്ട്, വേര്, അങ്ങനെ കുറേ ഭാഗങ്ങളുണ്ട്. ഈ ഭാഗങ്ങൾക്ക് പ്രത്യേകമായ പ്രവർത്തനങ്ങളുണ്ട്. അതായത് ഇല എന്ന് പറഞ്ഞാൽ ആഹാരം പാകം ചെയ്യാനും സൂര്യപ്രകാശം, അത് പച്ച നിറത്തിലുള്ള ഭാഗത്ത്
ഫുഡ് ഉണ്ടാക്കുന്നതായിട്ട് എല്ലാവർക്കും അറിയാം. പിന്നെ അത് കഴിഞ്ഞ് വേരെന്തിനാണ്, വേര് മണ്ണിൽ നിന്ന് ന്യൂട്രിയൻസും വെള്ളവും വലിച്ചെടുക്കാനും, തണ്ടിന് അതിൻ്റേതായ റോളുണ്ട്, എല്ലാ പൂവിന് അതിൻ്റേതായ ഘടകങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ചെടി അല്ലെങ്കിൽ ക്രോപ്പിനെ സിമുലേറ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം പുനരാവിഷ്കരിക്കുകയാണ് ചെയ്യുന്നത്. അത് കമ്പ്യൂട്ടറിൽ പുനരാവിഷ്കരിക്കുമ്പോൾ അതിനെ കമ്പ്യൂട്ടർ സിമുലേഷൻ എന്ന് പറയും. അപ്പം ഓരോ ചെടിക്കും ഓരോ പ്രത്യേകതയാണ്. അത് ഇല വളരുന്ന റേറ്റ് അല്ലെങ്കിൽ റൂട്ട്സ് വളരുന്ന റേറ്റ്, ഇതെല്ലാം തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസങ്ങൾ എല്ലാം, അതായത് ഇതിനെ നയിക്കുന്നത്, ഈ ഓരോ വികസനവും നയിക്കുന്നത് അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യുന്നത്, നമുക്കറിയാം ചെടിയെ അഫക്റ്റ് ചെയ്യുന്ന എന്താണ്? കാലാവസ്ഥ, മണ്ണിൻ്റെ സവിശേഷതകൾ, പെസ്റ്റ് ആൻഡ് ഡിസീസ് പോലത്തെ കാര്യങ്ങൾ, ഇതെല്ലാം ഇതിൻ്റെ വളർച്ചയെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ ഓരോ ഫാക്ടേഴ്സും ചെടിയുടെ വളർച്ചയെ സ്വാധീനിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് ഗണിതശാസ്ത്ര സമവാക്യങ്ങളാക്കി മാറ്റുന്നു. ഈ ഗണിതശാസ്ത്ര സമവാക്യങ്ങളെല്ലാം കൂടെ ചേർന്ന് ഏകോപിപ്പിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്ത് എടുക്കുമ്പോൾ അത് നമ്മുടെ ചെടിയുടെ മൊത്തം ഒരു സിസ്റ്റമായിട്ട് മാറും. അതിനാണ് ക്രോപ്പ് സിമുലേഷൻ മോഡൽ എന്ന് പറയുന്നത്. ഈ ക്രോപ്പ് സിമുലേഷൻ മോഡൽ പ്രവർത്തിക്കണമെങ്കിൽ അതിന് ചെടി വളരുന്നത് പോലെ തന്നെ മണ്ണിൽ എത്ര ഫാക്ടേഴ്സ് ഉണ്ട്, മണ്ണിൻ്റെ ഫാക്ടേഴ്സിൻ്റെ ഇൻഫർമേഷൻ കൊടുക്കുക, ഡേറ്റ കൊടുക്കുക, അന്തരീക്ഷത്തിലെ ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ് കൊടുക്കുക, ചെടിയുടെ ജനിതകമായ കുറേ ഘടകങ്ങൾ കൊടുക്കുക. ഇതെല്ലാം കൊടുത്താൽ മാത്രമേ ഈ കമ്പ്യൂട്ടർ സിമുലേഷൻ മോഡൽ വർക്ക് ചെയ്ത് ചെടി എങ്ങനെ വളരുന്നു എന്നുള്ള കാര്യം തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ കമ്പ്യൂട്ടർ സിമുലേഷൻ്റെ അതിൻ്റെ ബേസിക് ആയുള്ള ഇൻഫർമേഷൻ ഇതാണ്. സർ, ഏതൊക്കെ വിളകൾക്ക് ഈ സിമുലേഷൻ മോഡൽ വികസിപ്പിച്ചിട്ടുണ്ട്? സിമുലേഷൻ മോഡൽ മിക്കവാറും കൾട്ടിവേറ്റ് ചെയ്യുന്ന, കൃഷി ചെയ്യപ്പെടുന്ന മിക്കവാറും എല്ലാ വിളകൾക്കും സിമുലേഷൻ മോഡൽസ് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. നെല്ല്, ഗോതമ്പ്, ചോളം തുടങ്ങിയ എല്ലാ വിളകൾക്കും, മിക്കവാറും എല്ലാ വിളകൾക്കും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ CTCR, കേന്ദ്ര കിഴങ്ങ് വർഗ്ഗ ഗവേഷണ കേന്ദ്രം, കിഴങ്ങ് വർഗ്ഗങ്ങളിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കിഴങ്ങ് വർഗ്ഗങ്ങളായ മരച്ചീനി, മധുരക്കിഴങ്ങ്, ചേന, ഈ 3 വിളകൾക്ക് സിമുലേഷൻ മോഡൽസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ സാങ്കേതിക വിദ്യ കൃഷിക്കാർക്ക് എങ്ങനെ പ്രയോജനകരമാകും? ഈ സിമുലേഷൻ മോഡലിൻ്റെ പ്രവർത്തനം ഞാൻ പറഞ്ഞു നേരത്തെ. നമ്മൾ അഗ്രോ അഡ്വൈസറിയും മറ്റേയൊക്കെ പറയുമ്പോൾ അതിൻ്റെ പിറകിൽ ഇതാണ് പ്രവർത്തിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഈ പറഞ്ഞ നമ്മളൊരു ചെടി, ഒരു വിള, ഒരു പുതിയ വെറൈറ്റി വികസിപ്പിച്ചിട്ട് നമ്മളൊരു പുതിയ ലൊക്കേഷനിൽ നമ്മൾ നടാൻ പോവുകയാണ്. അപ്പം നടാൻ ഒരു എക്സ്പെരിമെൻ്റ്, ഫീൽഡ് ഡെമോൺസ്ട്രേഷൻ നടുക എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് റിസോഴ്സസ്, അതായത് സാമ്പത്തികം വേണം, ഒരുപാട് ലേബർ വേണം, അങ്ങനെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുള്ളൊരു ഘടകമാണ് ഫീൽഡ് ഡെമോൺസ്ട്രേഷൻ ചെയ്യുക. എന്നാൽ കമ്പ്യൂട്ടർ സിമുലേഷനിലൂടെ ആ ഒരു പ്രദേശത്തിൻ്റെ കാലാവസ്ഥയും മണ്ണിൻ്റെ സവിശേഷതകളും എല്ലാം ഇൻഫർമേഷൻസ് കമ്പ്യൂട്ടറിൽ നമുക്ക് ഫീഡ് ചെയ്ത് ഈ സിമുലേഷൻ മോഡൽ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ പോകാതെ തന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും ഇനിഷ്യലായിട്ട്. പക്ഷെ അതിനു മുമ്പ് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ മോഡൽ പെർഫെക്റ്റ് ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഡെവലപ്പ് ചെയ്താൽ ഉടൻ പിറ്റേ ദിവസം പോയി നമുക്ക് ടെസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അതിൻ്റേതായ ഒരുപാട് പ്രവർത്തനങ്ങൾ ബാക്കിയുണ്ട്. അപ്പം അതാണ് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ. പിന്നെ ഇതിൻ്റെ ബയോടെക്നോളജിക്കൽ രീതിയിലുള്ള വേറൊരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പം ഇതൊരു കമ്പ്യൂട്ടറിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നതായതുകൊണ്ട് ഇതിൻ്റെ ഏത് ഫാക്ടേഴ്സും ഇപ്പം നമുക്ക് വ്യത്യാസപ്പെടുത്തി നോക്കാൻ പറ്റും. ഉദാഹരണമായിട്ട് മധുരക്കിഴങ്ങിൻ്റെ ഇലയ്ക്ക് സാധാരണഗതിയിൽ വളരാവുന്ന ഒരു റേഞ്ചുണ്ട്. നമുക്ക് വെറുതെ ഒന്ന് നോക്കാം, ഈ ഇല അതിൻ്റെ ഡബിൾ സൈസിലെത്തിയാൽ എന്ത് സംഭവിക്കും എന്ന് നോക്കിയതിന് ശേഷം അത് ഡബിൾ സൈസ് നോക്കിക്കഴിഞ്ഞപ്പോൾ ചെടിക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്നറിയാം. അത് ഫേവറബിളായിട്ടാണുള്ള ഇൻഫ്ലുവൻസ് എങ്കിൽ നമുക്ക് ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി ആ രീതിയിലുള്ള ഇല അല്ലെങ്കിൽ ലീഫേരി ഇൻഡെക്സ് ഉള്ള ചെടി ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലെ കമ്പ്യൂട്ടർ സിമുലേഷൻ ജനറ്റിക് എക്സ്പെരിമെൻറ്റ്സിന് ഒരു മാർഗദർശിയായിട്ട് ഒരു ഡയറക്ഷൻ കൊടുക്കുന്ന രീതിയിലും കമ്പ്യൂട്ടർ സിമുലേഷൻ മോഡൽസിന് പ്രവർത്തിക്കാൻ കഴിയും. സർ, ഇതിൻ്റെ നൂതനമായ ആശയങ്ങൾ എന്തൊക്കെയാണ് സിമുലേഷൻ മോഡലിങ്ങിൻ്റെ? സിമുലേഷൻ മോഡലിംഗ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഫീൽഡ് ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അത് അഡ്വൈസറി ആയിട്ട് ജനറേറ്റ് ചെയ്യുന്നത്. ഓരോ സിമുലേഷൻ മോഡലും ഓരോ രീതിയിലാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഔട്ട്പുട്ട് പല രീതിയിലാണ് വരുന്നത്. ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളൊരു മധുരക്കിഴങ്ങ് ഇത് കുടപ്പനക്കുന്നാണല്ലേ, കുടപ്പനക്കുന്നിൽ മധുരക്കിഴങ്ങ് നടുന്നു. കുടപ്പനക്കുന്നിൽ മധുരക്കിഴങ്ങ് നട്ട് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരുപക്ഷെ 18 ടൺസ് പെർ ഹെക്ടർ അല്ലെങ്കിൽ 20 ടൺസ് പെർ ഹെക്ടർ റേഞ്ചിലായിരിക്കും. അത് ഒരു ഹെക്ടർ ഇല്ലെങ്കിൽ ആ ഒരു റേറ്റിലായിരിക്കും കിട്ടുന്നത്.
പക്ഷേ നമ്മൾ സിമുലേഷൻ മോഡൽ വഴി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ചിലപ്പോൾ അതിന് കിട്ടാവുന്ന മാക്സിമം ഈൽഡ്, പൊട്ടൻഷ്യൽ ഈൽഡ് എന്ന് പറയും, ഒരു പക്ഷേ 40 ടൺ പെർ ഹെക്ടർ ആയിരിക്കും. പക്ഷേ എന്തുകൊണ്ട് നമുക്കത് കിട്ടുന്നില്ല? അതിൻ്റെ ഉത്തരം സിമുലേഷൻ മോഡൽ തരും. കാരണം നമുക്ക് 40 ടൺ പെർ ഹെക്ടർ കിട്ടണമെങ്കിൽ നമ്മുടെ നൈട്രജൻ്റെ, ഫോസ്ഫറസിൻ്റെ, പൊട്ടാസ്യത്തിൻ്റെ, വെള്ളത്തിൻ്റെ എല്ലാം അളവ് വ്യത്യാസപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അത് ഒരു പരിധി കുറച്ചുകൂടെ കൂട്ടിയാൽ ചിലപ്പോൾ നമുക്ക് 18 ടൺ 25 ടണ്ണാക്കാം. വീണ്ടും അല്പം കൂടെ കൂട്ടിയാൽ 30 ടണ്ണാക്കാം. ഇതെല്ലാം കൃത്യമായി കണക്കാക്കിയതിന് ശേഷം ഈ ഇൻഫർമേഷൻസ് എല്ലാം കൂടെ നമുക്ക് ഫാർമേഴ്സിന് കൊടുക്കാൻ പറ്റും. രണ്ടാമത് ഫാർമേഴ്സിൻ്റെ ചോയ്സാണ്. അവർക്ക് എത്രയാണ് ടാർഗറ്റ്, അവർക്ക് 25ആണോ ടാർഗറ്റ്, 30ആണോ ടാർഗറ്റ് എന്നുള്ള ഒരു ടാർഗറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ആശയം. അതായത് ഈൽഡ് ഗ്യാപ്പ് അനാലിസിസ് എന്നാണ് ഇതിന് പറയുന്നത്. ഈൽഡ്, പൊട്ടൻഷ്യൽ ഈൽഡ്, നമുക്ക് കിട്ടിയ ഈൽഡ് തമ്മിലുള്ള ഒരു വ്യത്യാസം ചെയ്യുന്നതാണ്. പിന്നെ ഇത് ഫീൽഡിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു പുതിയൊരു ഉപകരണം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. CTCRയാണ് ലോകത്തിലാദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അത് ഇലക്ട്രോണിക് ക്രോപ്പ് എന്ന് പറയുന്ന ഒരു ഉപകരണമാണ്. ക്രോപ്പ് എന്നാണ് അതിനെ ബ്രീഫായിട്ട് പറയുന്നത്. അത് സിമുലേഷൻ മോഡലിൻ്റെ ഫീൽഡ് ആപ്ലിക്കേഷനാണ് ഇത്. ഈ ക്രോപ്പിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ഇലക്ട്രോണിക് ക്രോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ചെടിയുടെ പ്രത്യേകത പറഞ്ഞു, ചെടിയുടെ സിമുലേഷൻ പറഞ്ഞു. ചെടി അന്തരീക്ഷത്തിൽ നിന്ന് സൂര്യപ്രകാശം എടുത്ത് സൂര്യപ്രകാശവും മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്ന ജലാംശവും മറ്റ് എല്ലാ ഫാക്ടേഴ്സും ഉപയോഗിച്ച് ചെടി ആഹാരമുണ്ടാക്കും. ആഹാരമുണ്ടാക്കിയതിന് ശേഷം എന്താണ് ചെയ്യുന്നത്? ആഹാരത്തിൽ നിന്നുള്ള എനർജി ഉപയോഗിച്ച് ചെടിയുടെ വളർച്ച, അതായത് ചെടിയുടേതായ ഭാഗങ്ങളുടെ വളർച്ച, ചെടിയുടെ മെയിൻ്റനൻസ്, എല്ലാ കാര്യങ്ങളും നടക്കുന്നു. ബാക്കിയുള്ള ആഹാരം അതിൻ്റെ സ്റ്റോറേജ് ഓർഗൻസ് അത് പലതാണ്. കിഴങ്ങ് വർഗ്ഗ വിളകൾക്കാണെങ്കിൽ ട്യൂബേഴ്സാണ്, കിഴങ്ങുകളാണ് അവരുടെ സ്റ്റോറേജ് ഓർഗൻസ്. പിന്നെ ധാന്യങ്ങളിലാണെങ്കിൽ അതിൻ്റെ ധാന്യങ്ങളിൽ ശേഖരിക്കുക, നെല്ല്, അതിനൊക്കെ ധാന്യങ്ങളിലാണ് അവരുടെ ഇത് ശേഖരിച്ച് വയ്ക്കുന്നു. സീഡ്സ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോ ചെടികൾക്കും ഓരോ സ്റ്റോറേജ് ഓർഗൻസാണ്. ആ രീതിയിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കും. ആ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫുഡാണ് നമ്മൾ വിളവെടുപ്പിലൂടെ നമ്മൾ എടുക്കുന്നത്. ഈ ക്രോപ്പ് എന്ന് പറയുന്ന ഇലക്ട്രോണിക് ക്രോപ്പ് എന്ന് പറയുന്നത് ഇതും ഫീൽഡിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ചെടിയും ഫീൽഡിൽ നിൽക്കുന്നു, ഇലക്ട്രോണിക് ക്രോപ്പും ഫീൽഡിൽ നിൽക്കുന്നു. ചെടി ചെയ്യുന്നത് ആഹാരം ഉണ്ടാക്കുന്നു, ഈ ഇലക്ട്രോണിക് ക്രോപ്പ് ചെയ്യുന്നത് ആഹാരം എത്ര ഉണ്ടാക്കുമെന്ന് കണക്കാക്കുന്നു. കാര്യം ഈ ചെടി ഈ സബ്ജക്റ്റഡ് ടു ഒരു പർട്ടിക്കുലർ സോളാർ റേഡിയേഷൻ, മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ ഇലക്ട്രോണിക് ക്രോപ്പാണെങ്കിൽ ഈ സെൻസറുകൾ വഴി ഇതിന് എത്ര സൂര്യപ്രകാശം കിട്ടി, എത്ര ടെമ്പറേച്ചർ കിട്ടി, എത്ര ജലാംശം വലിച്ചെടുത്തു എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി സെൻസ് ചെയ്യുന്നു, അളന്നെടുക്കും. അളന്നെടുത്തതിന് ശേഷം ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് സിമുലേഷൻ മോഡൽസാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സിമുലേഷൻ മോഡൽസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ആ സിമുലേഷൻ മോഡൽസിൽ ഈ ഡേറ്റ വച്ചിട്ട് ഈ സിമുലേഷൻ മോഡൽ റൺ ചെയ്തതിന് ശേഷം ഓരോ ദിവസവും എത്രമാത്രം ആഹാരം, ഓരോ നിമിഷവും എത്രമാത്രം ആഹാരം ഉണ്ടാക്കുന്നുവെന്ന് കണക്കാക്കി, ഇപ്പം ഇത് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എല്ലാ ദിവസവും വൈകുന്നേരം ഏകദേശം ഒരു 7-7:30 മണിക്ക് അന്ന് എത്രമാത്രം ആഹാരം ഉണ്ടാക്കി, അന്ന് വരെ എത്ര ആഹാരം ഉണ്ടാക്കി, അന്ന് വരെയുള്ള കണ്ടീഷൻസ്, ചെടിയുടെ കണ്ടീഷൻസ് എത്ര, ഇനി ചെടിയുടെ കാലദൈർഘ്യം, ഒരുപക്ഷെ 90 ദിവസം ദൈർഘ്യമുള്ള ഒരു ക്രോപ്പാണെന്ന് വിചാരിച്ചോളൂ. അപ്പം നമ്മൾ 10 ദിവസമായി. അപ്പോൾ ബാക്കി ഇനി 80 ദിവസം കൂടെയുണ്ട്. ഈ ബാക്കിയുള്ള 80 ദിവസം കൊണ്ട് എത്രമാത്രം വിളവ് കൂടെ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ട്, അത് പൊട്ടൻഷ്യൽ ഈൽഡ്, ഇനിയുള്ള പൊട്ടൻഷ്യൽ ഈൽഡ്. ഇനി ഈ രീതിയിൽ ഇപ്പോൾ കർഷകൻ കൃഷി ചെയ്തിരിക്കുന്ന അതേ രീതിയിൽ മുന്നോട്ട് പോയാൽ ചെടിക്ക് എത്ര വിളവ് കിട്ടും, എന്നിട്ട് അതിൻ്റെ ഗ്യാപ്പ്, ഇതെല്ലാം സിമുലേഷൻ മോഡലാണ് ചെയ്യുന്നത്. ഇതെല്ലാം കണക്കാക്കിയതിന് ശേഷം പിന്നെ ഈ ചില ക്രോപ്സ് ലൈക്ക് നെല്ല് പോലത്തെ ചെടികൾക്കാണെങ്കിൽ, അല്ലെങ്കിൽ എല്ലാ ചെടികൾക്കും ഓരോ അഗ്രോണമിക് ഓപ്പറേഷൻസ് ഉണ്ട്, ഓരോ ഘട്ടത്തിൽ ചെയ്യേണ്ടതായ കാര്യങ്ങൾ. അപ്പോൾ ചെടി ഇപ്പോൾ 20 ദിവസമായാൽ എന്താ ചെയ്യേണ്ടത്, 30 ദിവസമായാൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഇൻഫർമേഷൻസ് കണക്കാക്കി ആ ഒരു ഇൻഫർമേഷൻ, പിന്നെ എന്തെങ്കിലും രോഗകീടബാധ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ള കാലഘട്ടമാണോ എന്നുള്ളതെല്ലാം മനസ്സിലാക്കി ആ ഇൻഫർമേഷൻ, ഈ രീതിയിൽ കർഷകർക്ക് ആവശ്യമുള്ള എല്ലാ ഇൻഫർമേഷൻസിനും ചേർന്ന് ഒരു അഗ്രോ അഡ്വൈസറി കാർഷിക ഉപദേശ സംവിധാനമാക്കി ഡെവലപ്പ് ചെയ്ത് ഓരോ ദിവസവും കർഷകൻ്റെ മൊബൈലിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എത്തിച്ചു കൊടുക്കും. കർഷകൻ ഫീൽഡിലേക്ക് വരാതെ തന്നെ, കർഷകൻ ഇപ്പോൾ കൃഷി ചെയ്യുന്നത് ശ്രീകാര്യത്താണെങ്കിൽ അയാൾ ഇരിക്കുന്ന ദുബായിലാണെങ്കിലും അയാൾക്ക് മെസ്സേജ് അവിടെ കിട്ടും.
പിന്നെ അതിന് ശേഷം പറയുകയാണ് അപ്പം നിങ്ങൾക്ക് കിട്ടാനുള്ള ഈൽഡ് ഇത്രയാണ്, നിങ്ങൾക്ക് കിട്ടാൻ ഇന്നത്തെ രീതിയിൽ നിങ്ങൾ കൃഷി ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ഈൽഡ് ഇത്രയാണ്, അപ്പം അതിന് ഇതുമായിട്ടുള്ള ഡിഫറൻസ് ഇത്ര. ഇനി നിങ്ങൾ നാളെ ഒരു പർട്ടിക്കുലർ ഫീൽഡിൻ്റെ ഏരിയ എല്ലാം കണക്കാക്കിയിട്ട് 2 കിലോ യൂറിയ, 3 കിലോ ഫോസ്ഫറസ്, 4 കിലോ പൊട്ടാഷ്, ഇത്ര വെള്ളം ഇത് കൊടുക്കുകയാണെങ്കിൽ ആ രീതിയിൽ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പൊട്ടൻഷ്യൽ ഈൽഡിൽ എത്താം എന്നുള്ളതാണ് ഈ ക്രോപ്പിൻ്റെ ഉപദേശം. ഉപദേശം കർഷകന് വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ എടുക്കണ്ട. കർഷകൻ അത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമായിട്ട് എടുക്കാം. ഇപ്പം പിറ്റേ ദിവസം കർഷകൻ ചെന്ന് 2 കിലോ യൂറിയ അപ്ലൈ ചെയ്തു, അതായത് ഉപദേശം അനുസരിച്ച് ചെയ്തു, ഈ പറഞ്ഞതെല്ലാം ചെയ്തു. അപ്പോൾ പിറ്റേ ദിവസവും പൊട്ടൻഷ്യൽ ഈൽഡ് കാണിക്കുമ്പോൾ തലേ ദിവസം 40 ടണ്ണാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ പിറ്റേ ദിവസം കഴിയുമ്പോഴും പൊട്ടൻഷ്യൽ ഈൽഡ് 40 തന്നെയായിരിക്കും കാണിക്കുന്നത്. കാര്യം പിന്നെ ആൻറ്റിസിപ്പേറ്റഡ് വെതറിനകത്ത് എന്തെങ്കിലും വ്യത്യാസം വന്നില്ലെങ്കിൽ അപ്പോൾ തന്നെയായിരിക്കും കാണിക്കുന്നത്. എന്നാൽ ഈ പറയുന്ന ഉപദേശത്തിൻ്റെ അത്രയും കൊടുത്തില്ല, കുറച്ച് താഴെ കൊടുത്തിരിക്കുന്നെങ്കിൽ പൊട്ടൻഷ്യൽ ഈൽഡ് അല്പം എന്ന് പറയും. ഈ പറഞ്ഞത് ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ ഈൽഡ് എത്താവുന്ന ആ ഒരു വിളവ് വീണ്ടും ഒരുപാട് താഴും. ഈൽഡ് ഗ്യാപ്പ് കുറഞ്ഞുകൊണ്ടേയിരിക്കും പൊട്ടൻഷ്യൽ ഈൽഡും റിയലൈസബിൾ ഈൽഡും തമ്മിൽ. ഒരുപക്ഷെ ഒരു ഘട്ടം എത്തുമ്പോൾ പിന്നെ ഇനി ഫാർമർ അങ്ങോട്ട് വരണ്ട എന്നുള്ള ഉപദേശമായിരിക്കും ഈ ക്രോപ്പ് കൊടുക്കുന്നത്. ഞാൻ ചെടി നശിച്ചു പോയി, ചെടിയുടെ ഭാഗത്ത് നിന്ന് എനിക്കുള്ള ആവശ്യം എന്നുള്ള രീതിയിലാണ് അഡ്വൈസറി സിമുലേഷൻ മോഡൽസ് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ മോഡൽ ഇല്ലാത്ത വിളകൾക്ക് ഇതെങ്ങനെ ഉപയോഗിക്കാൻ കഴിയും? അതൊരു നല്ല ചോദ്യമാണ്. അത് ഞങ്ങളുടെ ഇപ്പോഴത്തെ പുതിയൊരു സംരംഭമായിട്ട് ചെയ്യാൻ പോകുന്ന കാര്യമാണ്. ഇപ്പോൾ മിക്കവാറും എല്ലാ കൾട്ടിവേറ്റ് ചെയ്യുന്ന വിളകൾക്കും സിമുലേഷൻ മോഡൽ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ കേരളത്തിലെ സാഹചര്യം എടുക്കുമ്പോൾ കേരളത്തിലുള്ള കൾട്ടിവേറ്റ് ചെയ്യുന്ന പ്രധാന വിളകൾക്ക് പോലും പലതിനും സിമുലേഷൻ മോഡൽസ് ഇല്ല എന്നുള്ളതാണ് സത്യം. നെല്ലിനെല്ലാം ഉണ്ട്, പക്ഷേ പല ഈ സ്പൈസസ് ക്രോപ്പിന് പലതും ഇല്ല എന്നാണ് എൻ്റെ അറിവ്. തെങ്ങിന് പോലും ഇല്ല. അതുകൊണ്ട് കേരളത്തെ പച്ചക്കറികൾക്കാണെങ്കിൽ തന്നെ പച്ചക്കറികൾ വളരെ പ്രധാനപ്പെട്ട ചില പച്ചക്കറികൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പം വേറൊരു രീതിയിൽ മോഡൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ഓരോ ക്രോപ്പിൻ്റെയും മോഡൽ ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റേതായ സമയമെടുക്കും, അല്ലെങ്കിൽ വലിയൊരു ടീം അതിൻ്റെ പുറകിലുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതുകൊണ്ട് ഞങ്ങളിപ്പം ചെയ്യാൻ പോകുന്നത് ഒരു സെൽഫ് ലേണിംഗ് മോഡൽസ് ആ രീതിയിൽ ഉണ്ടാക്കാനുള്ള ഒരു സംരംഭം ആരംഭിക്കുകയാണ്. അതായത് ഈ ക്രോപ്പ് ഫീൽഡിൽ കൊണ്ടുവച്ചാൽ ഈ ക്രോപ്പ് തന്നെ ആ ചെടിയെക്കുറിച്ച് മനസ്സിലാക്കി സ്വയം മോഡൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി അതിൻ്റെ ആശയം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. അത് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മതി. സാർ, ഈ ക്രോപ്പ് ഒരു കർഷകന് സ്വന്തമാക്കണമെങ്കിൽ എത്രത്തോളം ചിലവ് വരും? ഈ ക്രോപ്പിൻ്റെ ഇന്നത്തെ വില ഒരു കർഷകന് സ്വന്തമാക്കുക എന്ന് പറഞ്ഞാൽ ചെറുകിട കർഷകനാണെങ്കിൽ അത് സ്വന്തമാക്കുക കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഓരോ കർഷകനും. കാരണം അതിൻ്റെ വില ഇന്നത്തെ നിലയ്ക്ക് ഒരു ഈ ക്രോപ്പ് ഡിവൈസിൻ്റെ വില 2 ലക്ഷം രൂപയാണ്. അത് സാധാരണഗതിയിൽ ഒരു വില്ലേജിലേക്ക് ചിലപ്പം അല്ലെങ്കിൽ ഒരു കുറച്ച് വലിയ ഏരിയയിലേക്ക് ഒരു ഈ ക്രോപ്പ് മതിയാകും. കാര്യം ഒരു യൂണിഫോം വെതർ കണ്ടീഷൻസ് ഉള്ള എൻ്റയർ ലൊക്കേഷൻസിന് ഒരു ഈ ക്രോപ്പിൻ്റെ ആവശ്യമേ ഉള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രവർത്തനം നമ്മൾ ഈ ക്രോപ്പ് ഡിവൈസ് ഇതാണ് കളക്ട് ചെയ്യുന്നത്. എന്താണ് വെതർ ഡേറ്റയാണ് പ്രധാനമായിട്ട് കളക്ട് ചെയ്യുന്നത്. ഇപ്പം 5 ഹെക്ടർ സ്ഥലത്തേക്ക് ഒരേ കാലാവസ്ഥയാണെങ്കിൽ 5 ഹെക്ടറിലേക്ക് ഒരൊറ്റ ഡിവൈസ് മതി. ആ 5 ഹെക്ടറിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന കൃഷി ചെയ്യുന്ന എല്ലാ വിളകളുടെയും ഉപദേശം ഈ ഒരൊറ്റ ഡിവൈസ് കൊടുക്കും. ഏത് വിളയായിരുന്നാലും ഇപ്പോൾ പല വിളകളുടെ ഒരുമിച്ചെടുക്കാൻ പറ്റും. പല വിളകളുടെ ഇത് ഒരുമിച്ചെടുക്കാൻ പറ്റും. ഉദാഹരണമായിട്ട് ഒരു 10 ഹെക്ടർ സ്ഥലം അല്ലെങ്കിൽ ഒരു വില്ലേജ് എടുക്കുള്ളൂ. തിരുവനന്തപുരത്തെ ഒരു വില്ലേജ് അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു വില്ലേജ് എടുത്താൽ ആ വില്ലേജ് മൊത്തം ഒരൊറ്റ വെതറാണെങ്കിൽ ഒറ്റ കാലാവസ്ഥയാണ് നിലനിൽക്കുന്നതെങ്കിൽ ആ ഒരു വില്ലേജിന് മൊത്തമായിട്ട് ഒരൊറ്റ ഈ ക്രോപ്പ് ഡിവൈസ് മതി. പക്ഷേ അതിനകത്ത് കൃഷി ചെയ്യുന്ന വിളകൾ ഇപ്പം നെല്ല്, മരച്ചീനി, മധുരക്കിഴങ്ങ്, പയർ എന്നീ ചെടികൾ നടുന്നുണ്ടെന്ന് വിചാരിച്ചോളൂ. എന്നിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഓരോന്നിൻ്റെ ഫീൽഡിലും നമുക്കൊരു സെൻസേഴ്സ് ഘടിപ്പിച്ചിരിക്കും. ന്യൂട്രിയൻ സെൻസർ വാട്ടർ സെൻസേഴ്സ്. അപ്പം ജലത്തിൻ്റെ അളവ് കൃത്യമായി അളന്നെടുക്കാനുള്ള സെൻസേഴ്സാണ് നമ്മൾ ഘടിപ്പിക്കുന്നത്. അപ്പോൾ ഓരോ ഫീൽഡിൻ്റെയും വേരിയേഷൻ അങ്ങനെ എടുക്കും. വെതറിൻ്റെ കാര്യത്തിൽ യൂണിഫോമാണ്. അപ്പം ഈ ഡേറ്റ എല്ലാം വെച്ചുകൊണ്ട് ഇപ്പം നെല്ലിൻ്റെ അഡ്വൈസറി ജനറേറ്റ് ചെയ്തിട്ട് നെല്ലിൻ്റെ ഫാർമറിന് ഇൻഫർമേഷൻ അയച്ചു കൊടുക്കും. മരച്ചിനിയുടെ ഇൻഫർമേഷൻസ് ജനറേറ്റ് ചെയ്തിട്ട് മരച്ചിനിയുടെ ഫാർമറിന് അയച്ചു കൊടുക്കും. ആ രീതിയിൽ ഏത് വിളയാണോ ഏത് കർഷകനാണോ ചെയ്യുന്നത് ആ കർഷകന് അയച്ചു കൊടുക്കും. കാരണം തുടക്കത്തിൽ തന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏതൊക്കെ വിളകൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പം നെല്ല് കൃഷി ചെയ്യുന്ന കർഷകൻ്റെ പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ, നെല്ലിൻ്റെ ഏത് വെറൈറ്റിയാണ്,
പിന്നെ അതിൻ്റെ ഡേറ്റ് ഓഫ് പ്ലാന്റിങ്, ഡ്യൂറേഷൻ, ഈ രീതിയിലുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്. അത് മുഴുവൻ നമ്മൾ ഒരു വെബ് ഇൻ്റർഫേസ് വഴി അപ്ഡേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇൻഫർമേഷൻ ഈ ക്രോപ്പിന് കിട്ടുന്നു. രണ്ടാമത് മരച്ചിനി നട്ടിരിക്കുന്ന ഫാർമറിൻ്റെ ഇൻഫർമേഷൻസ് കൊടുക്കുന്നു. ഈ രീതിയിലുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുന്നത് കൊണ്ട് അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം ഈ വെതർ ഡേറ്റ വെച്ച് ആദ്യം നെല്ലിൻ്റെ സിമുലേഷൻ മോഡൽ റൺ ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്തിട്ട് അത് നട്ട ദിവസം മുതലുള്ള ഡീറ്റെയിൽസ് എല്ലാം വെച്ചാണ് അഗ്രോ അഡ്വൈസറി ജനറേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് നെല്ലിൻ്റെ ഫാർമറിൻ്റെ മൊബൈൽ നമ്പർ ഉണ്ടല്ലോ, ആ മൊബൈൽ നമ്പറിലേക്കായിരിക്കും SMS കൊടുക്കുന്നത്. അടുത്തത് വീണ്ടും മരച്ചിനിയുടെ മോഡൽ. അടുത്ത് നോക്കുമ്പോൾ അടുത്ത ക്രോപ്പ് നട്ടിരിക്കുന്ന മരച്ചിനിയാണ്. മരച്ചിനിയുടെ അഗ്രോ അഡ്വൈസറി ഇതുപോലെ ഡെവലപ്പ് ചെയ്തിട്ട് മരച്ചിനിയുടെ ഫാർമറിന് അയച്ചു കൊടുക്കും. ഇനി ഒരു ഘട്ടം കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു നെല്ലിൻ്റെ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇൻഫർമേഷൻ പോവില്ല. കാര്യം വെച്ചാൽ അതിൻ്റെ ഡ്യൂറേഷൻ അനുസരിച്ച് ഹാർവെസ്റ്റ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതേ ഫീൽഡിൽ, നെല്ലിൻ്റെ ഫീൽഡിൽ വീണ്ടും നമ്മൾ വേറെ വിള നട്ടു എന്ന് ചോദിച്ചു, മരച്ചിനി നട്ടു എന്ന് ചോദിച്ചോളൂ. അപ്പം വേറൊരു ഫീൽഡിൽ ഓൾറെഡി മരച്ചിനി ഉണ്ട്, അതൊരു 6 മാസത്തോളം ആയിട്ടുണ്ടോയെന്ന് ഒന്ന് നമുക്ക് സങ്കല്പിക്കാം. അപ്പോൾ ഇവിടെയും മരച്ചിനി നട്ടു. അപ്പോൾ ആദ്യത്തെ നെല്ലിൻ്റെ ഫീൽഡിലെ മരച്ചിനിക്ക് കൊടുക്കുന്നത് നട്ട് ചിലപ്പോൾ 3-ാമത്തെ ദിവസം, ഇന്ന് നട്ട് 3 ദിവസം കഴിഞ്ഞാൽ കൊടുക്കുന്നത് 3 ദിവസം പ്രായമായ മരച്ചിനിക്കുള്ള അഡ്വൈസ് ആയിരിക്കും കൊടുക്കുന്നത്. മറ്റേ 6 മാസം പ്രായമായ മരച്ചിനിക്ക് 6 മാസം പ്രായമായ മരച്ചിനിയുടെ അഡ്വൈസ് കൊടുക്കും. ആ വേരിയേഷൻസ് എല്ലാം ഈ പറയുന്ന ഡിവൈസ് പ്രത്യേകമായി കൺസിഡർ ചെയ്താണ് അയക്കുന്നത്. അത് കർഷകൻ്റെ മൊബൈലിൽ എത്തുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രധാനം. പക്ഷേ ഇത് ചെറിയ ഇതാണെങ്കിലും അതിന് പിന്നെ അഡ്വൈസറി കൊണ്ട് ഇത് നിർത്തുന്നത് ശരിയല്ല. ഓട്ടോമേഷൻ ഒക്കെ സാധ്യതകളുണ്ട്. സാർ, ഇപ്പോൾ ഒരു ഡിവൈസ് കൊണ്ട് എത്ര ഏരിയ കവർ ചെയ്യാൻ പറ്റും? ഒരു ഡിവൈസ് കൊണ്ട് കവർ ചെയ്യുന്നത് അതിൻ്റെ വെതറിൻ്റെ യൂണിഫോമിറ്റി അനുസരിച്ചാണ്. ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ 10 ഹെക്ടർ സ്ഥലം ഒരു വെതറാണെങ്കിൽ 10 ഹെക്ടറിന് ഒരൊറ്റ ഡിവൈസ് മതി. ഇനി 5 സെൻറ്റ് മാത്രമാണ് ഒരു വെതറെങ്കിൽ 5 സെൻറ്റിലേക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ രാജ്യം മുഴുവൻ ഒരു വെതറാണെങ്കിൽ രാജ്യം മുഴുവൻ ഒറ്റ ഈ ക്രോപ്പ് മതിയാകും. അപ്പോൾ സാർ ഉദ്ദേശിക്കുന്നത് സംസ്ഥാന തലത്തിലായാലും ദേശീയ തലത്തിലായാലും ഈ ഒരു പ്രവചനമോ അല്ലെങ്കിൽ ഒരു അഡ്വൈസറിയോ കർഷകന് കൊടുക്കണമെങ്കിൽ ഈ ക്രോപ്പ് വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാവുന്ന ഒരു സംഭവമാണ് ഈ കാര്യത്തിന്. കാരണം നമ്മൾ ഓരോ ഫീൽഡിൽ നിന്നും നേരിട്ടുള്ള വേറൊരു വിധത്തിൽ പറഞ്ഞാൽ മൈക്രോ ക്ലൈമാറ്റിക് ഡേറ്റ എന്ന് തന്നെ പറയാം. ഓരോ ഫീൽഡിൻ്റെയും ഡേറ്റ ശേഖരിച്ച് ഓരോ ഫീൽഡിൻ്റെയും അനാലിസിസ്, വിശകലനം നടത്തി ജനറേറ്റ് ചെയ്യുന്ന ഡേറ്റയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ എറർ എന്ന് പറയുന്ന ഭാഗം വളരെ കുറവാണ്. കാര്യം സിമുലേഷൻ മോഡലിൻ്റെ ആക്യുറസി അനുസരിച്ചാണ് ഇതിൻ്റെ എറർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്, ഇപ്പോൾ ഞങ്ങൾ ഈ ക്രോപ്പ് ഡിവൈസിൽ ഉപയോഗിച്ചിരിക്കുന്നത് മധുരക്കിഴങ്ങിനാണെങ്കിൽ സ്പോട്ട് കോംസ് എന്ന് പറയുന്ന ഒരു മോഡലുണ്ട്. അത് CTCR ഡെവലപ്പ് ചെയ്ത സ്പോട്ട് കോംസ് എന്ന് പറയുന്ന മോഡൽ വളരെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒരുപാട് പ്രശസ്തമായ മോഡലാണ്. വാലിഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 7 രാജ്യങ്ങളിൽ വാലിഡേറ്റ് ചെയ്തൊരു മോഡലാണ്. പിന്നെ സിംകാസ് എന്ന് പറയുന്ന മോഡലുണ്ട്, കസാവയുടെ, മരച്ചിനിയുടെ. അതും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട മോഡലാണ്. ആ രീതിയിലുള്ള മോഡലിൻ്റെ ആക്യുറസി അനുസരിച്ച് ആണ് ഈ ക്രോപ്പിൻ്റെ പ്രഡിക്ഷൻസ് വരുന്നത്. പിന്നെ സാർ, ഓട്ടോമേഷൻ്റെ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഈ ക്രോപ്പിന്, അതിനെപ്പറ്റി? ഓട്ടോമേഷൻ്റെ സാധ്യത പറഞ്ഞത് ഇപ്പം നമ്മളിപ്പോൾ അഡ്വൈസറി ജനറേറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഇപ്പോൾ അഡ്വൈസറി എന്ന് വെച്ചാൽ നമ്മൾ ഫാർമറിന് അഡ്വൈസ് കൊടുക്കുകയാണ്. ഫാർമറിന് അഡ്വൈസ് കൊടുത്തിട്ട് നമ്മൾ പറയുകയാണ്, നിങ്ങൾ പോയി അവിടെ ചെന്ന് കൾട്ടിവേറ്റ് ചെയ്യുക, അപ്പം ഈ പറയുന്ന ഇൻപുട്സ് കൊടുക്കുക, അപ്പോൾ നിങ്ങൾക്ക് ഇത്ര ഈൽഡ് കിട്ടുമെന്ന് പറയും. എന്നാൽ പലപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഫാർമറിന് അഡ്വൈസ് കിട്ടിയാലും ചിലപ്പോൾ അയാൾ പോകണമെന്നില്ല, പല കാരണങ്ങൾ കൊണ്ട് പോകാൻ പറ്റണമെന്നില്ല. അപ്പോൾ അവിടെയാണ് ഓട്ടോമേഷൻ്റെ ഒരു സാധ്യത വരുന്നത്. അപ്പം ഈ പറഞ്ഞ ഈ ഡിവൈസ്, ഈ ഉപകരണം കണക്കാക്കിയ കാര്യങ്ങൾ ഉപകരണത്തിന് തന്നെ നേരിട്ട് ഫീൽഡിൽ കൊടുക്കാൻ പറ്റിയാൽ എങ്ങനെയായിരിക്കും, അവിടെയാണ് ഓട്ടോമേഷൻ്റെ സാധ്യത വരുന്നത്. ഇപ്പം തന്നെ ഫെർട്ടിഗേഷൻ സംവിധാനങ്ങളും മറ്റും ഈ രാജ്യത്തുണ്ട്, ഈ സംസ്ഥാനത്തിൽ തന്നെ ഉണ്ട്. ഇന്ത്യയിൽ ഒരുപാട് ഫെർട്ടിഗേഷൻ്റെ കമ്പനീസും ഫെർട്ടിഗേഷൻ നടപ്പാക്കുന്നതുമുണ്ട്. പക്ഷേ അവിടെ നമ്മൾ ഈ ക്രോപ്പ് പോലൊരു ഡിവൈസുമായിട്ട് ഘടിപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് ഈ കാര്യങ്ങൾ മുമ്പോട്ട് പോകും എന്നുള്ളതാണ് സത്യം. സാർ, കൃഷിക്കാരുടെ സാമ്പത്തിക വർധനവിന് ഈ ക്രോപ്പ് മുഖേന എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയും? ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഈൽഡ് ഗ്യാപ്പ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ കൃഷി ഉൽപ്പാദനം കൂട്ടുക. ഉൽപ്പാദനം കൂടുമ്പോൾ സ്വാഭാവികമായും അവരുടെ ഇൻകവും കൂടുന്നതാണ്. അപ്പോൾ ഓട്ടോമേഷൻ്റെ സാധ്യതകൾ ഈ മേഖലയിൽ ഉള്ള സ്ഥിതിക്ക് ഞങ്ങൾ അതിൻ്റെ കുറച്ച് കണക്ക് ആക്കി നോക്കിയിട്ടുണ്ട്. അപ്പം മധുരക്കിഴങ്ങിൻ്റെ കാര്യത്തിലാണ് കണക്ക് എടുത്തത്. മധുരക്കിഴങ്ങിൻ്റെ കണക്കാക്കി നോക്കിയപ്പോൾ
നമുക്ക് ഏറ്റവും മിനിമം ഈൽഡ് ഇൻക്രീസ് ഏറ്റവും മിനിമമായിട്ട് കണക്കാക്കിയാൽ പോലും ഏകദേശം ഒരു 1.7 ടൈംസ് ഇരട്ടിയോടടുത്ത് നമുക്ക് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് ഞങ്ങളുടെ കണക്കുകൾ. സർ, റിമോട്ട് സെൻസിങ്, പ്രിസിഷൻ ഫാർമിംഗ്, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. റിമോട്ട് സെൻസിങ്, പ്രിസിഷൻ ഫാമിംഗ് ഇതെല്ലാം തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. പ്രിസിഷൻ ഫാമിംഗ് മേഖലയിലും CTCRI വളരെയധികം വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുമ്പോൾ തന്നെ കൃത്യമായ കൃഷി എന്ന് പറയും, കൃത്യതയാർന്ന കൃഷി എന്നുവെച്ചാൽ ഓരോ ചെടിക്കും ശ്രദ്ധ നൽകുന്ന രീതിയിലുള്ള കൃഷിയാണ് പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നത്. പ്രിസിഷൻ ഫാമിങ്ങിന് പല ഘടകങ്ങളുണ്ട്. ഒന്ന് GPS, വേറൊന്ന് GIS, പിന്നെ സെൻസേഴ്സ്, ദെൻ VRT എന്ന് പറയും, വേരിയബിൾ റേറ്റ് ടെക്നോളജി. അങ്ങനെ ഈ 4 ഘടകങ്ങളാണ് ഈ പ്രിസിഷൻ ഫാമിങ്ങിലുള്ളത്. അതിനകത്ത് GPS എന്ന് പറയുന്നത് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്ന് പറയും. അതൊരു പർട്ടിക്കുലർ ഡിവൈസാണ്. ആ ഒരു GPS ഉണ്ടെങ്കിൽ നമ്മൾ ഏത് സ്ഥലത്ത് നിൽക്കുന്നുവോ അത് അവിടെ റിമോട്ട് സെൻസിങ് വരുന്നുണ്ട്. അത് GPS സാറ്റലൈറ്റ്സ് വഴിയാണ് അതിൻ്റെ ഇൻഫർമേഷൻ വരുന്നത്. നമ്മുടെ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്, ആൾട്ടിറ്റ്യൂഡ് എല്ലാം കൃത്യമായി അതിനകത്ത് ഇൻഫർമേഷൻ വരും. അപ്പോൾ നമ്മളൊരു ഫീൽഡ് മൊത്തം നമ്മൾ നടക്കുമ്പോൾ ഓരോ പൊസിഷനും അതിൻ്റെ GPS അനുസരിച്ചുള്ള ലൊക്കേഷൻ നമ്മൾ കൃത്യമായി മാർക്ക് ചെയ്യുക. അതൊരു പല ലെയേഴ്സായിട്ട് എടുക്കുക. മാർക്ക് ചെയ്തതിന് ശേഷം അതിൽ ആ ഓരോ ഭാഗത്തിൻ്റെയും ഉദാഹരണമായിട്ട് പോഷകമൂല്യം, സോയിലിൻ്റെ ഫാക്ടേഴ്സ് എടുക്കുക, ന്യൂട്രിയൻ ഫാക്ടേഴ്സ്, എന്തൊക്കെ ഫാക്ടേഴ്സ് നമുക്ക് എടുക്കാൻ പറ്റുമോ ആ ഫീൽഡിനെ കുറിച്ചുള്ള മറ്റ് ഇൻഫർമേഷൻ, ഏരിയൽ ലെയേഴ്സ് ഉൾപ്പെടെ വേണമെങ്കിൽ എടുത്തതിന് ശേഷം നമുക്കത് പ്രോസസ്സ് ചെയ്യാനാണ് ഈ GIS എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. GIS സോഫ്റ്റ്വെയർ വഴി കൃത്യമായി ലൊക്കേഷൻസ് എല്ലാം നമ്മൾ ഒറ്റയ്ക്ക് പെട്ടെന്ന് അനലൈസ് ചെയ്തതിന് ശേഷം ഇപ്പോൾ സെൻസേഴ്സ് ഘടിപ്പിക്കുമ്പോൾ ഡൈനാമിക്കായുള്ള ഇൻഫർമേഷൻസ്, അതായത് ദിവസവും വേരിയേഷൻ വരുന്ന എന്തൊക്കെയാണ് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി പോലത്തെ കാര്യങ്ങൾ, ആ രീതിയിലുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റും. കളക്ട് ചെയ്ത് ഇതെല്ലാം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ ഓരോ ഫീൽഡിനെ കുറിച്ചുള്ള വളരെ സ്പെസിഫിക് ആയിട്ടുള്ള വേരിയബിൾ ഇൻഫർമേഷൻ, ഫീൽഡിനകത്തുള്ള വേരിയേഷൻസ് ഉൾപ്പെടെ നമുക്ക് കിട്ടും. ഇത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ആണ് നമ്മൾ ആപ്ലിക്കേഷൻ വരുന്നത്. നമ്മൾ ഈ ക്രോപ്പിൻ്റെ ആപ്ലിക്കേഷൻ പറഞ്ഞതുപോലെ തന്നെയാണ് VRT എന്ന് പറയുന്നത്, വേരിയബിൾ റേറ്റ് ടെക്നോളജി. വേരിയബിൾ റേറ്റ് ടെക്നോളജി എന്ന് പറയുമ്പോൾ ഈ ഓരോ ക്രോപ്പിനും ഇൻപുട്സ് അപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ, ഇപ്പോൾ ഹാർവെസ്റ്റേഴ്സ്, അതെല്ലാം ഓട്ടോമേഷൻ വഴി. അപ്പോൾ ഈ സംഭവം ഈ ഡിവൈസിൽ ഘടിപ്പിക്കുക. ഒരു റോബോട്ട്സ് പോലത്തെ ഒരു ഡിവൈസിൽ നമ്മൾ ഈ കളക്ട് ചെയ്ത GIS വഴി പ്രോസസ്സ് ചെയ്ത സെൻസേഴ്സ് വഴി എടുത്ത് പ്രോസസ്സ് ചെയ്ത ഇൻഫർമേഷൻസ് എല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഈ ഡിവൈസിനെ കയറ്റി വിടുമ്പോൾ ഈ ഡിവൈസ് ഓരോ സ്ഥലത്ത് ഓരോ ചെടിക്ക് വേണ്ട ഇൻപുട്സ് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ എന്താണെങ്കിലും അത് കൃത്യമായി ചെയ്യുക. അതാണ് VART എന്ന് പറയുന്നത്. ആ പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നത് വേറെ തരത്തിൽ പറഞ്ഞാൽ CTCRIയിൽ പ്രിസിഷൻ ഫാമിങ്ങിൻ്റെ സൈറ്റ് സ്പെസിഫിക് ന്യൂട്രിയൻ മാനേജ്മെൻറ്റ് മേഖലയിൽ CTCRI കുറേയേറെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അതിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. ന്യൂട്രിയൻ മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിലാണ് ചെയ്തിരിക്കുന്നത്. അത് പ്രിസിഷൻ ഫാമിങ്ങിൻ്റെ വേറൊരു ആപ്ലിക്കേഷനാണ് സൈറ്റ് സ്പെസിഫിക് ന്യൂട്രിയൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സർ, CTCRI ഈ മേഖലയിൽ എന്തെല്ലാം പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്? CTCRI നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പ്രധാനമായും നമ്മൾ ICTയെ വേറെ രീതിയിൽ രണ്ട് രീതിയിൽ കണക്കാക്കിയിട്ട് ആ രീതിയിലാണ് CTCRI കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്തത്. ഒന്നെന്ന് പറഞ്ഞത് ഡയറക്റ്റായിട്ട് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ള മെത്തേഡ്സ്, പിന്നെ ഒന്ന് ഇൻഡയറക്റ്റായിട്ട് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ള മെത്തേഡ്സ്. ICT ആപ്ലിക്കേഷൻ അഗ്രികൾച്ചർ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും ധാരണ പൊതുവെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയറിനുള്ള ഒരു ശാസ്ത്രശാഖയാണ് ഇതെന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല. അപ്പോൾ ഇൻഡയറക്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നതാണ് സാധാരണ ഇതിൽ എല്ലാവരും അറിയുന്ന ഒരു മേഖല. അതായത് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനായിട്ട് നമ്മൾ നേരത്തെ പറയാം ഇൻഫർമേഷൻസ് പ്രോസസ്സ് ചെയ്ത് എത്തിച്ചു കൊടുക്കുക, പിന്നെ ആക്ട് ചെയ്യേണ്ടത് ഒരു ഫാർമറാണ്. അതാണ് ഇൻഡയറക്റ്റ് രീതിയിലുള്ള ആപ്ലിക്കേഷൻ. അപ്പോൾ ആ മേഖലയിൽ ഞങ്ങൾ ചെയ്തിരിക്കുന്ന കുറേ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ മേഖലയിൽ ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയർസ് കുറേയുണ്ട്. പലതും ഓൺലൈൻ സോഫ്റ്റ്വെയർസാണ്. ഓൺലൈൻ സോഫ്റ്റ്വെയർസ് ഫാർമേഴ്സിന് ഉപയോഗിക്കുന്നതിന് പരിമിതികളുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കാര്യം വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് അങ്ങ് ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയും മൊബൈൽ കണക്ടിവിറ്റിയും ഒക്കെ വളരെ വിപുലമായി ഉള്ളതുകൊണ്ട് കർഷകർക്കത് ഉപയോഗിക്കുന്നതിന് പ്രയാസമില്ല. പക്ഷേ അവർ അതിനെക്കുറിച്ച് അറിയണം എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് ചെയ്തിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഔഷധം എന്നൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്.
ഔഷധമെന്ന് പറഞ്ഞാൽ അത് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഔഷധം എന്ന് പറഞ്ഞാൽ മരുന്ന് എന്നുള്ളതാണല്ലോ. അപ്പോൾ രോഗകീട നിർണയവും അതിൻ്റെ പരിഹാരവും എന്നുള്ളതാണ് ഈ ഔഷധത്തിൻ്റെ പ്രധാനമായ ഒരു ഉദ്ദേശം. അപ്പോൾ അതിനകത്ത് കിഴങ്ങ് വർഗ്ഗവിളകൾ മാത്രമാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ലോകമാഗമനം എല്ലാ സ്ഥലത്തു നിന്നും കളക്ട് ചെയ്ത ശേഖരിച്ച രോഗകീടങ്ങളുടെ ലക്ഷണങ്ങളടങ്ങിയ പടങ്ങൾ, ഇമേജസ് നമ്മൾ ഡാറ്റാബേസിനകത്ത് സ്റ്റോർ ചെയ്ത് ഇതിനകത്ത് കാണാൻ പറ്റും ആ സോഫ്റ്റ്വെയർ എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അത് കർഷകർ എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, കർഷകർക്ക് അവരുടെ ഫീൽഡിൽ ചെന്നപ്പോൾ ഒരു പ്രത്യേകമായൊരു പ്രോബ്ലം കണ്ടു. അവർക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്നൊരു പിടിയുമില്ല. അപ്പോൾ പക്ഷെ അവർക്ക് കൃഷി ഓഫീസറെയോ അല്ലെങ്കിൽ CTCRയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിദഗ്ധനായി പോയി കാണാൻ ഉള്ള സാഹചര്യമില്ല എങ്കിൽ അവർക്ക് ഈ സോഫ്റ്റ്വെയർ ഒന്നെടുത്തിട്ട് നോക്കിയാൽ അപ്പോൾ അവർ കണ്ട പ്രോബ്ലവും ഇതിനകത്ത് കണ്ട രോഗലക്ഷണത്തിൻ്റെ ഇമേജുമായിട്ട് എന്തെങ്കിലും സാമ്യമുണ്ടോ എന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ അവർ മനസ്സിലാക്കും, ഇതാണ് ഞാൻ ഈ ഒരു പ്രോബ്ലമാണ്, ഈ ഫോട്ടോയിൽ കാണുന്നത് അതേപോലത്തെ പ്രോബ്ലമാണ് ഞാൻ ഫീൽഡിൽ കണ്ടത്. അപ്പോൾ എന്നിട്ട് അവർക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അതിനകത്ത് സിസ്റ്റം പറയും. സാർ, സമയം കഴിയുകയാണ്. സമയപരിമിതി മൂലം സാർ കംപ്ലീറ്റ് ചെയ്യാം. അപ്പം അങ്ങനെ ആ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. പിന്നെ അതിനുശേഷം വേറെ പ്രധാനമായി സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയാം. ടോംസ് എന്ന് പറയുന്ന ഒരു മാർക്കറ്റിങ്ങിനൊരു സോഫ്റ്റ്വെയർ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ലോഞ്ച് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അത് ആക്ച്വലി ഓഫ്ലൈനും വർക്ക് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. ഓഫ്ലൈൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഉടനെ ലോഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മാധ്യമങ്ങളിലെല്ലാം അത് വരും. ഈ മാധ്യമങ്ങൾ ഉൾപ്പെടെ വരും. കർഷകർക്ക് അത് ഉപയോഗിക്കാം. SMS വഴി ഈ ഉൽപ്പാദകരും സംരംഭകരും തമ്മിൽ ബന്ധപ്പെടുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ സാറിനോട് ചോദിക്കാനായി സാറിൻ്റെ മേൽവിലാസവും നമ്പറും ഞാൻ വായിക്കാം, എഴുതിയെടുക്കുക. ഡോക്ടർ VS സന്തോഷ് മിത്ര, പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ്, സെക്ഷൻ ഓഫ് എക്സ്റ്റൻഷൻ ആൻഡ് സോഷ്യൽ സയൻസ്, ICAR CTCRI, ശ്രീകാര്യം, തിരുവനന്തപുരം. ഫോൺ 9495155965. ഇത്രയും നേരം സമയം നമുക്കൊപ്പം ചെലവഴിച്ച മിത്ര സാറിന് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. ചോദ്യങ്ങൾ ചോദിച്ച് നമ്മളെ പരിപാടി സപ്പോർട്ട് ചെയ്തും പ്രേക്ഷകർക്കും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. റബ്ബർ നൈപുണ്യ വികസന പദ്ധതി 2ാം ഘട്ടത്തിന് തുടക്കമായി. കൃഷിക്കാരുടെ ഓഹരി പങ്കാളിത്തത്തോടെ KVKയിൽ വിപണന കേന്ദ്രം. വിശദമായ വാർത്തകളിലേക്ക്. പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജന പദ്ധതി പ്രകാരം കേരളത്തിലെ ചെറുകിട റബ്ബർ മേഖലയിൽ നടപ്പാക്കുന്ന നൈപുണ്യ വികസന പദ്ധതിയുടെ 2ാം ഘട്ട പരിശീലനങ്ങൾക്ക് തുടക്കമായി. 2ാം ഘട്ടത്തിൽ കേരളം, കർണാടകം, തമിഴ്നാട് എന്നിവിടങ്ങളിൽ മാത്രമായി 17,000 പേർക്ക് റബ്ബർ ടാപ്പിംഗ്, പ്രോസസിംഗ്, ടെക്നീഷ്യൻ, തോട്ടം തൊഴിലാളി, റബ്ബർ നഴ്സറി തൊഴിലാളി എന്നീ മേഖലകളിൽ പരിശീലനം നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസുമായോ റബ്ബർ ബോർഡ് കോൾ സെന്ററുമായോ ബന്ധപ്പെടേണ്ടതാണ്. ഫോൺ നമ്പർ 0481-2576622. ആലപ്പുഴ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ചക്കയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിൽ പരിശീലനം നൽകുന്നു. മെയ് 16, 17, 18 തീയതികളിലാണ് പരിശീലനം. കൂടുതൽ വിവരങ്ങൾക്കും അതോടൊപ്പം പരിശീലനത്തിന് പേര് രജിസ്റ്റർ ചെയ്യുന്നതിനും ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0472-2449268, മൊബൈൽ 9447-790-268.
ഇന്ത്യൻ കാർഷിക ഗവേഷണ കൌൺസിലിന്റെ കീഴിൽ കാസർഗോഡ് പ്രവർത്തിക്കുന്ന കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ തുളുനാട് എക്കോ ഗ്രീൻ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി എന്ന പേരിൽ ഒരു വിൽപ്പന കേന്ദ്രം ആരംഭിക്കുന്നു. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന കുരുമുളക്, തേൻ, ഇഞ്ചി എന്നിവയും കമ്പനിയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായ ചക്കവരട്ടി, പഴം ഹൽവ, തേൻ ഹൽവ എന്നിവയും മറ്റ് കാർഷികോൽപ്പന്നങ്ങളും വിൽപ്പന കേന്ദ്രത്തിലൂടെ വിറ്റഴിക്കാം. നബാർഡിന്റെ സഹായത്തോടെ കർഷകരുമായി സഹകരിച്ചാണ് വിൽപ്പന കേന്ദ്രം ആരംഭിക്കുന്നത്. കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിന്റെ മാർഗനിർദ്ദേശത്താലാണ് വിൽപ്പന കേന്ദ്രം പ്രവർത്തിക്കുക. ഓഹരി പങ്കാളിത്തത്തോടെയാണ് കമ്പനി ആരംഭിക്കുന്നത്. ആദ്യം ഓഹരിയെടുക്കുന്ന 200 കർഷകരെ ഉൾപ്പെടുത്തിയാണ് കമ്പനി തുടങ്ങുക. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9496 187 154 9496 681 448. കോട്ടയം ജില്ലാ കൃഷിത്തോട്ടത്തിൽ അത്യുൽപാദന ശേഷിയുള്ള കരിമുണ്ട കുരുമുളക് വള്ളികൾ വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. കർഷകർക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0482 223 4016. കേരള കാർഷിക സർവകലാശാല ഈ ആഴ്ച നൽകുന്ന വിള പരിപാലന നിർദ്ദേശങ്ങൾ. കുരുമുളക് തോട്ടങ്ങളിൽ ദ്രുതവാട്ടത്തിനെതിരെ മുൻകരുതലുകൾ എടുക്കണം. ദ്രുതവാട്ടത്തിനെതിരെ ട്രൈക്കോഡർമ എന്ന കുമിളിന്റെ കൾച്ചർ ഉപയോഗിക്കുന്നത് ഫലപ്രദമായിരിക്കും. 1 കിലോഗ്രാം ട്രൈക്കോഡർമ, 10 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, 10 കിലോഗ്രാം ഉണക്കിപ്പൊടിച്ച ചാണകം എന്നിവ കൂട്ടിക്കലർത്തി തണലുള്ള സ്ഥലത്ത് സൂക്ഷിക്കുക. 2 ആഴ്ച ഈ മിശ്രിതം കൂട്ടിയിടുകയും ചെറിയ ഈർപ്പം നിലനിർത്താൻ വെള്ളം തളിക്കുകയും വേണം. ട്രൈക്കോഡർമ മിശ്രിതം കുരുമുളക് ചെടിയുടെ ചുവട്ടിൽ ചേർത്ത് കൊടുത്താൽ വാട്ടരോഗം വരാതിരിക്കുന്നതിന് ഒരു പരിധിവരെ സഹായിക്കും. ആന്തൂറിയം ചെടികളെ രോഗങ്ങൾ വരാതെ സൂക്ഷിക്കുന്നതിനായി മഴക്കാലത്തിന് മുമ്പ് തന്നെ പഴയ ഇലകൾ മുറിച്ചു കളയണം. നല്ല വളർച്ച കിട്ടുന്നതിനും കൂടുതൽ പൂക്കൾ ഉണ്ടാകുന്നതിനും പഴയ ഇലകൾ മുറിച്ചു മാറ്റുന്നത് നല്ലതാണ്. കൂടാതെ സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടികളിൽ തളിച്ചും ചുവട്ടിൽ ഒഴിച്ചും കൊടുക്കാം. പത്തനംതിട്ട അടൂർ സ്റ്റേറ്റ് ഫാമിൽ നെൽവിത്ത്, ചുവന്ന ചീര, മുളക്, വെണ്ട, വെള്ളരി, പാവൽ, പടവലം, വഴുതന, വള്ളിപ്പയർ, കുറ്റിപ്പയർ എന്നീ പച്ചക്കറി വിത്തുകൾ വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 047342 227868. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 12,500 രൂപ, കോഴിക്കോട് 14,200, തൃശൂർ 12,500. കൊപ്ര കൊച്ചി 8,440, കോഴിക്കോട് 9,000, തൃശൂർ 8,500. കുരുമുളക് അൺഗാർബിൾ 53,400, ഗാർബിൾ 55,400. ചുക്ക് മീഡിയം 10,000, ബെസ്റ്റ് 12,000. മഞ്ഞൾ സേലം 8,500, ഈറോഡ് 9,000. അടയ്ക്ക പഴയത് 20,000-നും 21,000-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 12,700, RSS 4ാം ഗ്രേഡ് 12,900. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 12,700, RSS 4ാം ഗ്രേഡ് 12,900 രൂപ. കമ്പോള നിലവാരം കൊച്ചി. വെളിച്ചെണ്ണ 12,500 രൂപ, കൊപ്ര 8,440, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,300, റോട്ടറി 2,700. കുരുമുളക് അൺഗാർബിൾ 53,400, ഗാർബിൾ 55,400. ചുക്ക് മീഡിയം 10,000, ബെസ്റ്റ് 12,000. മഞ്ഞൾ നാടൻ 11,500, അടയ്ക്ക പുതിയത് 20,000-നും 21,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 200-നും 225-നും മധ്യേ. ജാതിക്ക തൊണ്ടില്ലാത്തത് 360-നും 425-നും മധ്യേ. ജാതിപത്രി 450-നും 650-നും മധ്യേ. ഗ്രാമ്പു 650. റബ്ബർ RSS 5ാം ഗ്രേഡ് 12,700, RSS 4ാം ഗ്രേഡ് 12,900. ഒട്ടുപാൽ 8,800, ലാറ്റക്സ് 9,000 രൂപ. കമ്പോള അവലോകനം. ഇറക്കുമതി നടത്തിയ കുരുമുളക് ഉത്തരേന്ത്യയിൽ താഴ്ന്ന വിലയ്ക്ക് ലഭ്യമായതോടെ കർണാടകത്തിലെ തോട്ടങ്ങളിൽ വിൽപ്പന സമ്മർദ്ദം. വിപണി വിലയേക്കാൾ കിലോ 20 രൂപ വരെ താഴ്ത്തി ശ്രീലങ്കൻ കുരുമുളക് ഉത്തരേന്ത്യയിൽ കൈമാറ്റം നടന്നു. കൊച്ചിയിലേക്കുള്ള മുളക് വരവ് കുറഞ്ഞ അളവിലാണ്. കൊപ്രയ്ക്ക് ഡിമാൻഡ് ഉയർന്നത് കണ്ട് തമിഴ്നാട്ടിലെ മില്ലുകാർ വെളിച്ചെണ്ണ വില വർദ്ധിപ്പിച്ചു. കൊച്ചിയിലും ഇതര വിപണികളിലും എണ്ണവില ക്വിന്റലിന് 100 രൂപ ഉയർന്നു. മില്ലുകാരുടെ സാന്നിധ്യം കൊപ്ര വ്യാപാര രംഗവും സജീവമാക്കി. മുംബൈയിൽ പാമോയിൽ അടക്കമുള്ള പാചക എണ്ണകൾ നേട്ടത്തിലാണ്. ഇന്നലെ റബ്ബർ സംഭരിക്കാൻ ഉത്സാഹിച്ച ടയർ കമ്പനികൾ ഇന്ന് രംഗത്ത് നിന്ന് പിൻവലിഞ്ഞത് വിവിധയിനം ഷീറ്റ് വിലയെ ബാധിച്ചു. കൊച്ചിയിലും കോട്ടയത്തും ചരക്ക് ക്ഷാമത്തിനിടയിലും 4ാം ഗ്രേഡിന് 100 രൂപ താഴ്ന്നു. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില
32.7 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 25.4 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 30.8, 26.6. കൊച്ചി 31.3, 25.1. ആലപ്പുഴ 31.9, 26.8. പുനലൂർ 34.5, 25.5. തിരുവനന്തപുരം കൂടിയ താപനില 33.2 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 26.4 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.